നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ എയർപോർട്ട് ഡയറക്ടറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്. അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസവും മുൻപത്തെ ദിവസവും ഒക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയുടെ ആയാലും വലിയൊരു ഫാള് വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയൊരു ഫാള് വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മുടെ ട്രെൻഡ് റിവേഴ്സിൽ ഹയർ ലെവലിൽ നിന്ന് നമ്മൾ പ്രഡിക്ഷൻ നടത്തിയിരുന്നു. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ തന്നെയാണ് നിൽക്കുന്നത്. നിഫ്റ്റി ആയാലും കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ ഒരു ബൗൺസ് നടത്തിയപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റി ആയാലും ബൈയിലേക്ക് കടന്നിട്ടില്ല, വോളറ്റാലിറ്റിയുടെ ഒരു ബൗൺസ് മാത്രമാണ്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് ക്യാച്ച് ചെയ്യുന്നത് പിൻട്രാഡലായാലും ആ ഒരു വലിയൊരു ട്രേഡുകളൊക്കെ കിട്ടുന്നത് എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിന് അനാലിസിസ് നടത്തുന്നവർക്കാണ് റൈറ്റ് ആയിട്ടുള്ള ആ ഒരു ട്രേഡുകളൊക്കെ എപ്പോഴും കിട്ടുന്നത്. അപ്പോൾ മാർക്കറ്റിനനുസരിച്ചാണ് എപ്പോഴും ആ ഒരു സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യേണ്ടത്. മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് ആകുന്ന ഒരു സമയത്തായാലും നമുക്ക് എപ്പോഴും ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. നിഫ്റ്റി ബൈയിൽ നിലനിൽക്കുമ്പോൾ ബൈ സൈഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നതിന് ശേഷമായാലും നമ്മൾ യെല്ലോ ലൈൻ മാർക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തിലായാലും നമുക്ക് ഈ ഒരു നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ലെവൽ 720 താഴത്തേക്ക് തന്നെ നിഫ്റ്റി നിലനിർത്തിയപ്പോൾ തന്നെ നിഫ്റ്റി സെൽ ആക്റ്റീവ് ആയിരുന്നു. റൈറ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിനുശേഷം നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിനൊക്കെ ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും സെല്ലിൽ തന്നെയായിരുന്നു നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അവസാനത്തെ ഒരു സെക്ഷൻ വരെ വലിയൊരു ഫാളായിരുന്നു ഒരു സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടുകളൊക്കെ നോക്കുക. എക്സാക്റ്റ് ആയിട്ട് അവിടുന്ന് മാർക്കറ്റ് ഒന്ന് ട്രൈ ചെയ്തു. അതിനുശേഷം താഴത്തേക്ക് അത് ബൗൺസ് ചെയ്ത് നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സപ്പോർട്ട് വർക്ക് ചെയ്യേണ്ടത് ഈ സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്തതിന് ശേഷം അടുത്ത റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരിക്കുന്ന അടുത്ത റെസിസ്റ്റൻസ് ഏതാണോ അതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഈ ഒരു ലെവലിൽ നിന്നാണ് ബൈ ചെയ്യേണ്ടത്. എപ്പോഴും ആ ഒരു എങ്ങനെയാണ് ആ ട്രേഡ് ചെയ്യേണ്ട ഒരു പ്ലാനും കൂടി നമുക്ക് മനസ്സിലാക്കുക. റൈറ്റ് ഒരു ട്രെൻഡിൽ നിലനിൽക്കാനും മാർക്കറ്റ് എന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഷോർട്ട് സെല്ല് തന്നെയായിരുന്നു മാർക്കറ്റ് നിലനിർത്തിയിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് ആണ്, പക്ഷെ വോളറ്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റിയിലും ബൗൺസിന് ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അതുപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ അറിഞ്ഞിരുന്നാലാണ് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ടൊരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഹയർ ലെവലിലുള്ള റെസിസ്റ്റൻസുകൾ ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലും ഇതൊരു സപ്പോർട്ടാണ്. ഇപ്പൊ നിഫ്റ്റി നിലനിൽക്കുന്ന ഒരു ഏരിയ സപ്പോർട്ടാണ് 21,235. അപ്പോൾ നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ നിലനിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്കറ്റ് ഒരു ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് ഈ ഒരു ലെവലിൽ നിന്നാലും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. കാരണം ട്രെൻഡ് സ്റ്റിൽ വീക്ക്നെസ് ആണ്. ഈ ഒരു ലെവലിൽ നിന്നായാലും ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 21,155 ഈ ഒരു ലെവൽ എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അതിനുശേഷം 21,235 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. 21,155 താഴെയാണെങ്കിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ധൈര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. 21,035 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് എത്തുന്ന ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുക. നിഫ്റ്റിയിലായാലും ബൈ ഓപ്പർച്യൂണിറ്റി ഈ ഒരു സപ്പോർട്ട് ചെയ്താലും കിട്ടുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഈ ഒരു ലെവലൊക്കെ ഓപ്പൺ ചെയ്താലും പ്രത്യേകം ശ്രദ്ധിക്കണം. 21,350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇൻ കേസ് ഈ ഒരു ലെവലിൽ നിന്ന് തിരിച്ച് താഴോട്ട് വന്ന് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 21,350 മുകളിലാണെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന് മുകളിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 21,400 ആണ് ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ. അപ്പൊ നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ ഇൻട്രാ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 46,242. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്നത് 46,242. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഇവിടെ നമുക്കൊരു യെല്ലോ ലൈൻ മാർക്ക് ചെയ്താണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ക്വിക്കായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആയാലും 46,075 നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ആയാലും തുടർച്ചയായിട്ടുള്ള ഒരു ഫാളാണ് ബാങ്ക് നിഫ്റ്റിയിലും സംഭവിച്ചിരുന്നത്.
ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിൽ നിന്നെല്ലാം ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ജസ്റ്റ് ഒരു ഗ്രീൻ കേരള അവിടെ ഫോം ചെയ്തിരുന്നു. പക്ഷെ അതൊരു ബൈരോ ഓപ്പർച്യൂണിറ്റി അല്ല. ബൈരോ ഓപ്പർച്യൂണിറ്റി അടുത്തൊരു റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് സ്ട്രെങ്ത് മാർക്കറ്റിൽ അത് കിട്ടുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും അവസാനത്തെ ഒരു സെക്ഷൻ വരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയിലും കണ്ടിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും മാർക്കറ്റ് കയറി ഹയർ ലെവലിൽ കയറി ക്ലോസ് ചെയ്തപ്പോഴും ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റിൽ നെഗറ്റീവ് ആണ്. ബാങ്ക് നിഫ്റ്റി ഹയർ ലെവലിലേക്ക് ബൗൺസ് ചെയ്താലും നമ്മുടെ ഒരു കൺസെപ്റ്റിൽ സ്റ്റിൽ നെഗറ്റീവ് ആണ്. പോസിറ്റീവിലേക്ക് വരണമെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിൽ ഒരു ദിവസം ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് ഹയർ ലെവലിലേക്കുള്ള ടാർഗറ്റ് ലെവലുകളും ഹയർ ലെവലിലേക്കുള്ള റെസിസ്റ്റൻസ് ലെവലുകളും നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ഹോൾഡ് ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് ഡേയിലെ ഓപ്പർച്യൂണിറ്റിക്ക് അത് സ്ട്രെങ്ത് ഉണ്ടായിരിക്കുക. ബാങ്ക് നിഫ്റ്റിയും റൈറ്റ് ആയിട്ടുള്ള ഒരു സെല്ലിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും വരും ദിവസങ്ങളായാലും എക്സ്പയറി ആണ്. എക്സ്പയറി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ബാങ്ക് നിഫ്റ്റി എക്സ്പയറി അല്ല, മന്തിന്റെ എക്സ്പയറി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സ്പയറി വ്യാഴാഴ്ച തന്നെയാണ് വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഹയർ ലെവലിലേക്കുള്ള റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ലോവർ ലെവലിലേക്ക് 44,840 സപ്പോർട്ടാണ്. 840 ഹോൾഡ് ചെയ്തുകൊണ്ട് 44,915 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ഇൻട്രാഡ ബൈസെന്റിലാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 47,135 താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 44,915 സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ലെവലിൽ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 44,130 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ബൈരോ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 44,135 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 47,350 റെസിസ്റ്റൻസ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 515 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളാണ്. അപ്പോൾ ഇൻ കേസ് ഇതിന്റെ ഒരു മുകളിലൊക്കെ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 350 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളിലും വോളറ്റാലിറ്റിക്കാണ് സാധ്യത. ബോത്ത് സൈഡ് പ്രോബബിലിറ്റി മൂവ്മെന്റ് ആണ് സാധ്യത. അപ്പോൾ അതനുസരിച്ച് എപ്പോഴും ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ട്രെൻഡിൽ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിനിറ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയകളൊക്കെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നത്. 20,620 നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ടുകളൊക്കെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് കണ്ടത്. 530 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ക്ലിയർ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ 530 ഹോൾഡ് ചെയ്തുകൊണ്ട് 577 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ 415 ഹോൾഡ് ചെയ്തുകൊണ്ട് 530 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഇത് ക്ലിയർ ആയിട്ടുള്ള സെല്ലിൽ തന്നെയാണ്, ഷോർട്ട് സെല്ല് തന്നെയാണ്. അവസാനത്തെ ഒരു സെക്ഷൻ വരെ കൃത്യമായിട്ടുള്ള ഷോർട്ട് സെല്ല് തന്നെയാണ് മാർക്കറ്റ് നിലനിർത്തിയിരുന്നത്. അപ്പോൾ ഫിൻ നിഫ്റ്റി ആയാലും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ വീണ്ടും ആ ഒരു അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഫാൾ ആക്റ്റീവ് ആയിരുന്നു. ഫിൻ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സ്ട്രോങ് നെഗറ്റീവ് ആണ് ബാങ്ക് നിഫ്റ്റി, അതേപോലെ തന്നെയാണ് ഫിൻ നിഫ്റ്റിയും കാണുന്നതെന്ന് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ എപ്പോഴും മാർക്കറ്റിന്റെ ഒരു ട്രെൻഡിനനുസരിച്ച് ലോങ് ടൈം ട്രെൻഡ് അനുസരിച്ച് മൂവ് ചെയ്താലാണ് എക്സാക്ട് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഫിൻ നിഫ്റ്റിയിലും ലോവർ ലെവലിലെ സപ്പോർട്ട് മനസ്സിലാക്കി വയ്ക്കുക. വോളറ്റൈൽ മൂവ്മെന്റ് ഒരു സാധ്യതയുണ്ട്. 19,930 ലോവർ ലെവലിലെ സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 20,095 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ഇൻട്രാഡേ ബൈ ആണ്. 20,095 ലോവർ ലെവലായാലും ഇൻ കേസ് ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. 20,220 റെസിസ്റ്റൻസ്. 20,220 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ബൈക്കാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 20,220 താഴെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് എപ്പോഴും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. പ്രത്യേകം ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ, റെസിസ്റ്റൻസിന്റെ താഴെ നിൽക്കുമ്പോൾ, റെസിസ്റ്റൻസിന്റെ താഴെ ഓപ്പൺ ചെയ്യുമ്പോൾ, റെസിസ്റ്റൻസിന്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എപ്പോഴും ഷോർട്ട് സെല്ലിന് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. സപ്പോർട്ട് എത്തുന്ന ഒരു സമയത്ത് ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. 220 മുകളിൽ വെക്കുമ്പോൾ ബൈക്കാണ് സാധ്യത. 320 റെസിസ്റ്റൻസ് ആണ്. 320 അടുത്ത് നിന്നുള്ള ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. അതിനുശേഷം 320 മുകളിലാണെങ്കിൽ 410 റെസിസ്റ്റൻസ് വരുന്നത്. ഇന്നത്തെ പോലെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 320 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അല്ലെങ്കിൽ 320 ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ ബൈയുടെ സെന്റിമെന്റിലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ആയാലും ഇത്ര ലെവൽ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.